വെൽക്കം ടു ഈസി മാത്സ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംഖ്യകൾ എന്താണെന്നും പിന്നെ മുഖവില എന്താണ് സ്ഥാനവില എന്താണെന്നൊക്കെ പഠിച്ചു. കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച നമ്പേഴ്സിന്റെ കൂട്ടത്തിലല്ലാതെ നമുക്ക് വേറെ ചില നമ്പേഴ്സ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. അതായത് ഭാജ്യ സംഖ്യകളും അഭാജ്യ സംഖ്യകളും. അഭാജ്യ സംഖ്യകള്, പിന്നെ ഏതാണ് ഭാജ്യസംഖ്യ. ഇതിന്റെ ഇംഗ്ലീഷ് വീഡിയോ ഞാൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അഭാജ്യസംഖ്യ എന്ന് പറഞ്ഞാൽ പ്രൈം നമ്പർ ആണ് കേട്ടോ. പ്രൈം നമ്പർ. ഭാജ്യസംഖ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോമ്പോസിറ്റ് നമ്പർ. അപ്പൊ എന്താണ് ഈ അഭാജ്യസംഖ്യ അല്ലെങ്കിൽ ഭാജ്യസംഖ്യ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, ആദ്യം നമുക്ക് കുറച്ച് നമ്പേഴ്സ് എഴുതാം. അതായത് നമ്മുടെ 1 തൊട്ടൊന്ന് എഴുതി നോക്കാം. 1 2 3 4 5 6 7 8 9 10 11 12 13 അങ്ങനെ പോകുന്നു. അപ്പൊ ഇതിനകത്ത് നമുക്ക്, നിങ്ങൾ ഘടകങ്ങൾ എന്ന് കേട്ടിട്ടുണ്ടോ? അതായത് ഒരു സംഖ്യയെ പൂർണ്ണമായിട്ടും ഹരിക്കാൻ പറ്റുന്ന സംഖ്യേനെയാണ് ഘടകം എന്ന് വിളിക്കുന്നത്. അപ്പം ഒന്നിനെ പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു സംഖ്യ മാത്രമേ ഉള്ളൂ, അത് ഒന്നാണ്. ഒന്നിനെ ഒന്നുകൊണ്ട് മാത്രമേ ഹരിക്കാൻ പറ്റുള്ളൂ. രണ്ടിനെ നോക്കിയാൽ രണ്ടിനെ ഒന്നുകൊണ്ട് ഹരിക്കാം, 2 കൊണ്ട് ഹരിക്കാം. അതായത് ഏതൊരു നമ്പർ എടുത്താലും ആ നമ്പറിനെ ഒന്നുകൊണ്ടും ആ നമ്പർ കൊണ്ട് എന്തായാലും ഹരിക്കാൻ പറ്റും. പിന്നെ വേറെ ഏതെങ്കിലും നമ്പർ കൊണ്ട് ഹരിക്കാൻ പറ്റുമോ നമ്മൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പം 1 എടുത്താൽ 1 കൊണ്ട് പറ്റും, 3 കൊണ്ട് പറ്റും, 2 കൊണ്ട് പറ്റത്തില്ലാത്തതുകൊണ്ട് പിന്നെ നോക്കുന്നില്ല. 4 എടുത്തു കഴിഞ്ഞാൽ 1 കൊണ്ട് പറ്റും, 2 കൊണ്ട് പറ്റുമോ? പറ്റും. കാരണം എന്താണ്? 2 2s ആണ് എന്തെന്ന് പറയുന്നത് 4. അപ്പൊ 4നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ 2 കൊണ്ട് പറ്റും. പിന്നെ 4നെ 3 കൊണ്ട് പറ്റത്തില്ല, 4 കൊണ്ട് പറ്റും. 5നെ 1 കൊണ്ട് പറ്റും, 5 കൊണ്ട് പറ്റും. 6നെ 1 കൊണ്ട് പറ്റും, 2 കൊണ്ട് പറ്റുമോ? പറ്റും. കാരണം എന്താണ്? 2 3s ആണ് 6. 2 3s are 6. അപ്പൊ 2 കൊണ്ട് പറ്റും. ഇനി 3 കൊണ്ട് പറ്റുമോ? 3 കൊണ്ടും പറ്റും. 4 കൊണ്ട് പറ്റത്തില്ല, 6 കൊണ്ട് പറ്റും, 5 കൊണ്ട് പറ്റില്ല കേട്ടോ. 7നെ പിന്നെ 1 കൊണ്ട് പറ്റും, 7 കൊണ്ട് പറ്റും. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കി വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ചില നമ്പേഴ്സിന് 2 ഘടകങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഈ നോക്കുമ്പോൾ 2ന് 2 ഘടകമുണ്ട്, 3നും 2 ഘടകമുണ്ട്, 5നും 2 ഘടകമുണ്ട്, 7നും 2 ഘടകമുണ്ട്. അങ്ങനെ ഇപ്പൊ 2 ഘടകങ്ങളുള്ളവരെ നമ്മൾ അഭാജ്യ സംഖ്യ എന്ന് വിളിച്ചു കേട്ടോ. അപ്പൊ അഭാജ്യ സംഖ്യക്ക് എത്ര ഘടകങ്ങളുണ്ട്? 2 ഘടകങ്ങൾ. 2 ഘടകങ്ങൾ ഉള്ള സംഖ്യനെ വിളിക്കുന്ന പേരാണ് അഭാജ്യ സംഖ്യ. 2ൽ കൂടുതൽ എന്ത് വരുന്നതാണ്? ഘടകങ്ങൾ വരുന്നതാണ് എന്തെന്ന് പറയുന്നത് ഭാജ്യസംഖ്യ കേട്ടോ. ഉള്ളതാണ് എന്തെന്ന് പറയുന്നത് ഭാജ്യസംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇതിന് അഭാജ്യസംഖ്യയെ ഭാജ്യസംഖ്യകളുമായിട്ട് തിരിക്കാം. 2ന് 2 ഘടകമേ ഉള്ളൂ, 3ന് 4 നോക്കിയപ്പോ 4 ഇവിടെ വരും, 5ന് 6 നോക്കിയപ്പോ 6 ഇവിടെ വരും, 7 നോക്കിയപ്പോ ഇവിടെ, 8 ഇവിടെ, 9 ഇവിടെയാട്ടോ. 9ന് 3 ഒക്കെ ഘടകമായിട്ട് വരും. 9ന് 1 ഉണ്ട്, 3 ഉണ്ട്, 9 ഉണ്ട് കേട്ടോ, മാറിപ്പോവരുത്. അങ്ങനെ നമ്മൾ തിരിക്കുന്നു. ഇവിടെ അപ്പം 10 ഇവിടെ വരും, 11 ഇവിടെ വരും, 12 ഇവിടെ വരും, 13 ഇവിടെ വരും, അങ്ങനെ പോകും. 2 3 5 7 11 13 അങ്ങനെ അങ്ങ് പോകും. അപ്പൊ ഇതാണ് നമ്മുടെ അഭാജ്യസംഖ്യയും ഭാജ്യസംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒന്നിന്റെ പ്രത്യേകത എന്താണ്? PSC ഒക്കെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത്. അഭാജ്യസംഖ്യയോ ഭാജ്യസംഖ്യയോ അല്ലാത്ത എണ്ണൽ സംഖ്യ. അഭാജ്യസംഖ്യയോ ഭാജ്യസംഖ്യയോ അല്ലാത്ത എണ്ണൽ സംഖ്യയാണ് എന്തെന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് കേട്ടോ. 1ന് 2 ഘടകമില്ല. അതുകൊണ്ട് അഭാജ്യസംഖ്യയുമല്ല, എന്തുമല്ല, ഭാജ്യസംഖ്യയും അല്ല എന്നുകൂടി എന്ത് ചെയ്യുക? ഓർത്തിരിക്കുക.